മോദിജിയുടെ മൂന്നാമത്തെ ടേമിൽ നമ്മൾ മൂന്നാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി മാറും. ഇങ്ങനെ ലോകത്തിലെ തന്നെ ഏറ്റവും വേഗത്തിൽ വളരുന്ന രാജ്യമായി മുന്നേറുമ്പോഴും മോദിജിയുടെ വീക്ഷണം സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ്, ഈ വീക്ഷണത്തിന്റെ ഭാഗമായി ഇന്ത്യയിലെ 140 കോടി ജനങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോകാൻ അദ്ദേഹം ഇതുവരെ കാണാത്ത രീതിയിലുള്ള ക്ഷേമ പദ്ധതികളും അദ്ദേഹം ഇന്ന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അഖിലേന്ത്യാ തലത്തിൽ 300-ലധികം പദ്ധതികളാണ് ശ്രീ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ നമ്മൾ ഇന്ന് തുടങ്ങിയിട്ടുള്ളത് കഴിഞ്ഞ 10 വർഷം. അതിൽ ഓരോ പദ്ധതിക്കും കോടിക്കണക്കിന് ഗുണഭോക്താക്കളുണ്ട്. ഒരു ഉദാഹരണം, പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ ഭാഗം മാത്രമായിട്ട് 4 കോടി, ജൽജീവൻ മിഷന്റെ ഭാഗമായിട്ട് 40 കോടി ഗുണഭോക്താക്കൾ, ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ ഭാഗമായിട്ട് 50 കോടിയിലധികം ഗുണഭോക്താക്കൾ. ശ്രീ പ്രധാനമന്ത്രി ഇവിടെ വന്നപ്പോൾ അദ്ദേഹം ഈ പത്തനംതിട്ടയിൽ തന്നെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എണ്ണി പറഞ്ഞു. ഈ പത്തനംതിട്ടയിൽ മാത്രം 5 ലക്ഷത്തോളം കുടുംബങ്ങൾക്കാണ് ഇന്ന് ജൽജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ട് വീട്ടുമുറ്റത്ത് വെള്ളം എത്തിച്ചു കൊടുക്കുന്നത്. ഇന്ന് ഈ പത്തനംതിട്ട ജില്ലയിലും മണ്ഡലത്തിലും മാത്രം ഇന്ന് 5 ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് ഇന്ന് പ്രതി ഓരോ 4 മാസവും ഒരു വേതനം നൽകുന്നു. മാതൃവന്ദന പദ്ധതിയുടെ ഭാഗമായിട്ട് 10,000-ലധികം ഗുണഭോക്താക്കൾ, 1.5 ലക്ഷത്തോളം മൃഗങ്ങൾക്ക് ഇവിടെ വാക്സിനേഷൻ നൽകിയിട്ടുണ്ട്. അങ്ങനെ ഇവിടെ ഒരു എംപിയും ഒരു MLAയും ഇല്ലെങ്കിലും ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ കേരളത്തിലും 300-ലധികം പദ്ധതികൾ അദ്ദേഹം നടപ്പാക്കുന്നു. ഇന്ന് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളർന്ന രാജ്യമാണ്. ഇന്ന് ഡിജിറ്റൈസേഷന്റെ കാലമാണ്. ഈ ഡിജിറ്റൈസേഷന്റെ കാലത്ത് ഇന്ന് മോദിജിയുടെ നേതൃത്വത്തിൽ ഇന്ന് മൂന്നാമത്തെ ഏറ്റവും വലിയ ഡിജിറ്റൽ ഇക്കോണമിയായി മാറി. ഓരോ രംഗത്തും നമ്മൾ കഴിഞ്ഞ 67 വർഷത്തിൽ കാണാത്തതിനേക്കാൾ വികസനമാണ് കഴിഞ്ഞ 10 വർഷത്തിൽ നടക്കുന്നത്. അപ്പം ചില ഉദാഹരണങ്ങൾ ഞാൻ പറയാം. 2014 ഇന്ത്യയിലെല്ലാം കൂടെ 500 സ്റ്റാർട്ടപ്പുകൾ ഉണ്ടായിരുന്നു. ഇന്ന് അത് വികസിച്ച് ഇന്ന് 1.25 ലക്ഷത്തോളം സ്റ്റാർട്ടപ്പുകളും ഈ സ്റ്റാർട്ടപ്പ് രംഗത്ത് മാത്രം 25 ലക്ഷം യുവതിയുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ നൽകുന്നു. പ്രതിരോധ രംഗത്ത് ശ്രീ രാജ്നാഥ് ജി നേതൃത്വം നൽകുന്ന പ്രതിരോധ രംഗത്ത് ഇന്ന് എക്സ്പോർട്ടുകൾ പണ്ട് 500 കോടിയായിരുന്ന എക്സ്പോർട്ടുകൾ 2014 500 കോടിയോളം ഉണ്ടായിരുന്ന എക്സ്പോർട്ടുകൾ ഇന്ന് 50,000 കോടി പിന്നിട്ട് കഴിഞ്ഞു. ഇതുപോലെ ഓരോ രംഗത്തും നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള വികസനം നടക്കുന്നു. ഇവിടെ പക്ഷേ വികസനം നടക്കുമ്പോഴും ഈ കേരളത്തിൽ എന്താണ് നടക്കുന്നത്? ഈ നിൽക്കുന്ന പത്തനംതിട്ടയിൽ എനിക്കെതിരെ 2 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. ശ്രീ തോമസ് ഐസക് ഉണ്ട്, ശ്രീ ആന്റോ ആന്റണി ഉണ്ട്. ഞാനിവിടെ വന്നപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാര്യം ഇങ്ങനെ ഒരു മണ്ഡലത്തിൽ ഇവിടെ വന്നപ്പോൾ കാണുന്നത് ഇത്രയും പൊട്ടൻഷ്യലുള്ളൊരു മണ്ഡലം, ഇത്രയും യുവാക്കളുള്ള മണ്ഡലം, 50-ലധികം കോളേജുകളുള്ള ഒരു മണ്ഡലം. ഇങ്ങനെ ഒരു മണ്ഡലത്തിൽ ഒരു IT പാർക്കില്ല, ഒരു ഇൻഡസ്ട്രിയൽ പാർക്കില്ല, ഒരു സ്റ്റാർട്ടപ്പ് ഇൻക്യുബേറ്റർ ഇല്ല, ഏതെങ്കിലും ഒരു കേന്ദ്ര സർക്കാർ POCന്റെ ഒരു യൂണിറ്റ് ഇല്ല. ഇങ്ങനെയാണ് ഇവിടെ. അതുപോലെ ശ്രീ തോമസ് ഐസക്, അദ്ദേഹം ഒരുപാട് നാള് MLA ആയി മന്ത്രിയായിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ ഇന്ന് സംസ്ഥാനം വലിയൊരു കടക്കണിയിലാണ്. ഇന്ന് കേരള സർക്കാരിന് അവരുടെ എംപ്ലോയീസിന് സാലറിയും പെൻഷനും പോലും കൊടുക്കാൻ സാധിക്കുന്നില്ല. ഇങ്ങനെ ഒരു അവസരത്തിൽ LDFന് ഇവിടെ വികസനം കൊണ്ടുവരാൻ സാധിക്കില്ല. LDFന് കേരളത്തിൽ ഒരിടത്തും വികസനം കൊണ്ടുവരാൻ സാധിക്കില്ല. കാര്യം അവരുടെ കയ്യിൽ കാശില്ല. അതുപോലെ കഴിഞ്ഞ 15 വർഷം ഇവിടെ ഒരു MP ഉണ്ട്. പക്ഷെ ഇവിടെ വികസനം മുരടിപ്പല്ലാതെ മറ്റൊന്നും നടന്നിട്ടില്ല. എന്നിട്ട് ഈ MP അദ്ദേഹത്തിന്റെ കാര്യക്ഷമത, അദ്ദേഹം കഴിഞ്ഞ 15 വർഷം ഒന്നും ചെയ്യാതിരിക്കുന്നത് ജനങ്ങളുടെ മുന്നിൽ നിന്ന് മറച്ചു വെക്കാൻ വേണ്ടി അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? അദ്ദേഹം സമൂഹത്തിൽ വർഗീയത കുത്തിവെക്കാൻ നോക്കുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ചില ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടി മാത്രം അദ്ദേഹം പാകിസ്ഥാന്റെ തീവ്രവാദ ശ്രമങ്ങളെ വെള്ളപൂശാൻ ശ്രമിച്ചു. പുൽവാമ ആക്രമണത്തിന് പാകിസ്ഥാന്റെ പങ്ക് വെള്ളപൂശാൻ ശ്രമിച്ചു. ഇതുപോലൊരു MP നിങ്ങൾക്ക് വേണോ? 15 വർഷം വികസനം നടന്നിട്ടില്ല. വികസനത്തിന്റെ കൂടെ തന്നെ പ്രീണന രാഷ്ട്രീയം, നമ്മുടെ എതിരാളികളുടെ തീവ്രവാദ ശ്രമങ്ങളെ പോലും വെള്ളപൂശാൻ ശ്രമിക്കുന്നു. ഇങ്ങനെ ഒരു MP ഇവിടെ വേണോ? അതുപോലെ ശ്രീ തോമസ് ഐസക്, അദ്ദേഹം ധനകാര്യമന്ത്രിയായി ഒരുപാട് പ്രാവശ്യം MLA ആയി ഒരിടത്തും വികസനം ഉണ്ടാക്കിയിട്ടില്ല. ഇന്ന് കേരള സർക്കാരിന്റെ കയ്യിൽ പണവുമില്ല. ഇവിടെ വികസനം കൊണ്ടുവരുമോ? അപ്പോൾ ഇന്ത്യയിൽ മറ്റെല്ലായിടത്തും കാണുന്ന പോലെ ഇവിടെയും വികസനം വേണം, ഇവിടെയും തൊഴിലവസരങ്ങൾ വേണം, ഇവിടെയും അടിസ്ഥാന സൗകര്യങ്ങൾ വേണം, ഇവിടെയും നല്ല രീതിയിൽ ജനങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള അവസരങ്ങൾ വേണം. ഈ നാട് നന്നായി മുന്നോട്ട് പോകണം. ഇതിനെല്ലാം മറ്റെല്ലാ
സംസ്ഥാനങ്ങളിലും പോലെ ഇന്ന് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ഇന്ന് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു, നല്ല രീതിയിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വരുന്നു, നല്ല രീതിയിലുള്ള വികസനം വരുന്നു. പക്ഷേ ഇതൊന്നും ഇവിടെ കാണുന്നില്ല. ഇതൊക്കെ ഇവിടെ വരണമെങ്കിൽ ശ്രീ നരേന്ദ്രമോദിജിയെ പ്രതിനിധീകരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി ഇവിടുന്ന് വിജയിക്കേണ്ടത് അത്യാവശ്യമാണ്.